ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു അനദർ എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഓട്സിനെ കുറിച്ച് സംസാരിക്കാം. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഓട്സ് കൊണ്ട് ഒരു 4 കുറുക്കുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റെസിപ്പീസ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ധാരാളം പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്സ് വെയിറ്റ് കുറയ്ക്കുന്ന ഒരു ഭക്ഷണമല്ലേ, അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണോ, എങ്ങനെയാണ് വെയിറ്റ് കൂടുന്നത്, അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ഓട്സാണ് വാങ്ങേണ്ടത്, ഇങ്ങനെ പല പല ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല എനിക്കൊന്ന് കുറേ ഒരു 6-7 മാസങ്ങൾക്ക് മുൻപ് നമ്മളൊരു വെയിറ്റ് ഗെയിനിങ് ഫുഡ്സ് ഫോർ ബേബീസ് എന്ന് പറഞ്ഞൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഇതുപോലെ തന്നെ പലരും ഈയിടെയായിട്ട് ഓട്സിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതായത് അതിനകത്ത് വെയിറ്റ് ഗെയിനിങ് ഫുഡ്സിൽ ഒരു ഫുഡ് ഓട്സ് ആയിരുന്നു. അപ്പോൾ ഓട്സ് ഇതുപോലെ തന്നെ വെയിറ്റ് ഗെയിനിങ്ങിന് സഹായിക്കുന്ന ഫുഡാണോ, ദിവസവും കൊടുക്കാമോ, ഇങ്ങനെ പല ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കമൻസിൽ നിന്നും വന്ന കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓട്സ് നല്ല ഭക്ഷണമാണോ, വെയിറ്റ് ഗെയിനിങ്ങിന് സഹായിക്കുമോ, എങ്ങനെയാണ് അത് കുട്ടികൾക്ക് നല്ലതാവുന്നത്, ബെനിഫിറ്റ്സ് എന്താണ്, ഏത് തരത്തിലുള്ള ഓട്സാണ് ചൂസ് ചെയ്യേണ്ടത്, ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്ന് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഓട്സ് കുട്ടികളിൽ വെയിറ്റ് ഗെയിനിങ്ങിന് സഹായിക്കുന്ന ഒരു ഭക്ഷണമാണോ, ഓട്സ് കഴിച്ചാൽ വെയിറ്റ് കുറയുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആദ്യം നമുക്ക് അഡ്രസ്സ് ചെയ്യാം. എന്നാൽ ഓട്സ് എന്ന് പറയുന്ന ഒരു ഹെൽത്തി വെയിറ്റ് ഗെയിനിങ് ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ്. ഏതൊരു ധാന്യം നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ നമ്മൾ ആ ധാന്യം മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അത് മാത്രം ഒരു കാര്യവും ചേർക്കാതെ കഴിക്കുക, അതായത് വെള്ളത്തിൽ വേവിച്ച് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്രയ്ക്ക് വെയിറ്റ് നമുക്ക് കൂടില്ല. കാരണം അതിൻ്റെ കാലറീസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ ഓട്സ് എങ്ങനെയാണ് വെയിറ്റ് കൂട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അതിനകത്ത് ചേർക്കുന്ന പല ഇൻഗ്രീഡിയൻസും കൊണ്ട് ഇതിൻ്റെ കാലറീസ് കൂടുകയും അതുപോലെ തന്നെ ന്യൂട്രീഷനും വർദ്ധിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആ റെസിപ്പീസിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ കരിപ്പെട്ടി ചേർക്കുന്നുണ്ട് ഒരു റെസിപ്പിയിൽ, അതുപോലെ തന്നെ മറ്റൊരു റെസിപ്പിയിൽ നമ്മൾ ഫ്രൂട്ട്സ് ചേർക്കുന്നുണ്ട്, മറ്റൊരു റെസിപ്പിയിൽ നമ്മൾ പൾസസ് ചേർക്കുന്നുണ്ട്, വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇങ്ങനെ പല ഇൻഗ്രീഡിയൻസും നമ്മൾ അതിനകത്ത് ചേർത്താണ് ഈ കുറുക്കുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലറീസ് എന്ന് പറയുന്നത് കൂടുകയും ന്യൂട്രീഷനും അതുപോലെ തന്നെ കൂടുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ഓട്സ് കാരണം നമുക്ക് ഹെൽത്തി ആയിട്ടൊരു വെയിറ്റ് ഗെയിൻ കുട്ടികൾക്ക് വരുന്നത്. അപ്പോൾ ആ റെസിപ്പീസ് ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി ചാനലിലുണ്ട്, ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം, കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കാം. ഇനി അടുത്തത് ഓട്സ് എന്ന് പറയുന്നത് എത്ര മാസം മുതലാണ് നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് ഏതാണ്ട് 6 മാസം തൊട്ട് തന്നെ കുട്ടികൾക്ക് ഇത് കൊടുത്തു തുടങ്ങാം. അപ്പോൾ ഓട്സിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വളരെയധികം ഫൈബറിൽ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളിൽ നല്ല രീതിയിലുള്ള ബവൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവാനായിട്ടും കോൺസ്റ്റിപ്പേഷൻ പോലത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഇത് സഹായിക്കുന്ന ഒരു ഫുഡാണ്. പിന്നെയുള്ളത്, ഇത് വളരെയധികം പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് തന്നെയാണ്. അപ്പോൾ ഡൈജസ്റ്റീവ് ഇഷ്യൂസും അധികം കുട്ടികൾക്ക് വരില്ല. പിന്നെ ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്, കാൽഷ്യവും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബോൺ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ന്യൂറോളജിക്കൽ ഫങ്ഷൻസിനും ഇത് സഹായിക്കുന്ന ഒരു ഗ്രെയിനാണ്. പിന്നെ അയണിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. അയൺ ഉള്ളത് കൊണ്ട് തന്നെ അനീമിയ പോലത്തുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഓട്സ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ധാരാളം ഗുണങ്ങളുണ്ട് ഓട്സിന്. ഇനിയുള്ള ചോദ്യം, ഇത്രയും ഗുണങ്ങളുള്ളതല്ലേ, അപ്പോൾ നമുക്ക് ദിവസവും ഓട്സ് കൊടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. ദിവസവും ഓട്സ് കൊടുക്കുന്നത് നല്ലതല്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ കുട്ടികളുടെ ഡയറ്റിൽ എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത്. ദിവസവും ഒരേ ഭക്ഷണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് അത് ന്യൂട്രീഷനെ സംബന്ധിച്ച് നല്ലതല്ല. കാരണം പല തരത്തിലുള്ള ന്യൂട്രിയൻസ് അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഓട്സ് മാത്രം കൊടുക്കാതെ പല തരത്തിലുള്ള ധാന്യങ്ങളും അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ദിവസവും കൊടുക്കരുത്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം കൊടുക്കുക. അടുത്തതായിട്ട് ഇതുപോലെ തന്നെ മറ്റൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ദിവസവും നമ്മൾ ഓട്സ് തന്നെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്കും ടേസ്റ്റ് അതിൻ്റെ മടുത്ത് വരും.
നമ്മൾ തന്നെ മുതിർന്നവർക്കായാലും നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഒരു ഭക്ഷണം തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടാവില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് കുട്ടികൾക്കും നമ്മളെപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ദിവസവും ഒരു ഭക്ഷണം തന്നെ അല്ലെങ്കിൽ ഒരു ഗ്രെയിൻ തന്നെ കൊടുക്കാതിരിക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ഓട്സ്, അതായത് ടൈപ്പ് ഓഫ് ഓട്സ് ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഓട്സ് ഉണ്ട്, സ്റ്റീൽ കട്ട് ഓട്സ് ഉണ്ട്, റോൾഡ് ഓട്സ് ഉണ്ട്. ഇതിനകത്ത് പറയുന്ന സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നത് അധികം പ്രോസസ്ഡ് അല്ലാത്ത ഓട്സാണ്, വളരെ ലീസ്റ്റ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഓട്സാണ് സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നത്. അടുത്ത റോൾഡ് ഓട്സ് അതിൻ്റെ താഴെയായിട്ട് വരും, അതായത് കുറച്ച് പ്രോസസ്ഡ് ആണ് പക്ഷെ എന്നാൽ അധികം പ്രോസസ്ഡ് അല്ല. ഇൻസ്റ്റൻറ്റ് ഓട്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രോസസ്സിങ് കഴിഞ്ഞ് വരുന്ന ഓട്സാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഓട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് കുക്കായി വരുന്നതാണ് ഇൻസ്റ്റൻറ്റ് ഓട്സ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ കുട്ടികൾക്കായിട്ട് ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് സ്റ്റീൽ കട്ട് ഓട്സ് തന്നെയാണ്. കാരണം ലീസ്റ്റ് പ്രോസസ്ഡ് ഓട്സ് ആണ് സ്റ്റീൽ കട്ട് ഓട്സ്, അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തത് ചോയ്സ് എന്ന് പറയുന്നത് റോൾഡ് ഓട്സ്, അതും വളരെ നല്ലതാണ്. ഇൻസ്റ്റൻറ്റ് ഓട്സ് നിങ്ങൾക്ക് ഇത് രണ്ടും കിട്ടുന്നില്ല, അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വാങ്ങാം, പെട്ടെന്ന് കുക്കാവാനൊക്കെ ആയിട്ട് സഹായിക്കും. പക്ഷേ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ സ്റ്റീൽ കട്ട് ഓട്സും റോൾഡ് ഓട്സും തന്നെയാണ്. പിന്നെ ഏത് വെറൈറ്റി ഓട്സാണ് നിങ്ങൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിലും ഓർഗാനിക് തന്നെ ചൂസ് ചെയ്യുക. ഓർഗാനിക്കാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല ഓട്സ് എന്ന് പറയുന്നതിനകത്ത് ധാരാളം പെസ്റ്റിസൈഡ്സ് ഉണ്ടാകുന്ന ഒരു ധാന്യമാണ്. അതായത് നമ്മൾ ഓർഗാനിക് ചൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതുണ്ടാക്കാനായിട്ട് പല സ്ഥലത്തും ധാരാളം പെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കുന്നു എന്നൊക്കെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് കഴിയുന്നതും ഓർഗാനിക് തന്നെ ചൂസ് ചെയ്യുക. ഓർഗാനിക് ആയിട്ടുള്ള ഈ പറഞ്ഞ ഓട്സ് ആമസോണിൽ അവൈലബിൾ ആണ്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്റ്റീൽ കട്ട് ഓട്സ് അല്ലെങ്കിൽ റോൾഡ് ഓട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. ഇൻസ്റ്റൻറ്റ് ഓട്സ് പോലെ പെട്ടെന്ന് അത് ഉണ്ടായി വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റെസിപ്പി ചെയ്യുമ്പോഴായാലും ഒക്കെ ആ സമയം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതായാലും അല്പം കൂടുതൽ സമയം വേവിക്കേണ്ടി വരും. അതുപോലെ തന്നെ അല്പം വെള്ളവും കൂടുതൽ വേണ്ടി വരും. എസ്പെഷ്യലി സ്റ്റീൽ കട്ട് ഓട്സിന്. റോൾഡ് ഓട്സിന് അതിനേക്കാളും കുറച്ച് കുറവായിട്ട് മതി. ഇൻസ്റ്റൻറ്റ് ഓട്സിന് വളരെയധികം കുറവ് മതി. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.